നമസ്കാരം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്, അതായത് ഈ ICCSLനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. ആ ശരി. ഇതൊരു സഹകരണ സ്ഥാപനമാണല്ലോ. അപ്പോൾ ഇതിലെങ്ങനെ ഭാഗമാവാം? നിങ്ങൾക്കിതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? എന്തൊക്കെ ലോൺ കിട്ടും? വരുമാനം ഉണ്ടാക്കാൻ വല്ല വഴികളും ഉണ്ടോ? പിന്നെ ഏറ്റവും പ്രധാനം, നമ്മുടെ പൈസ ഇവിടെ ഇടുന്നത് സേഫാണോ? ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനമാണ് എന്നുവെച്ചാൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റ് അനുമതിയുള്ളതെന്ന്. ഓഹോ. ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മെമ്പർമാരുടെ സ്വന്തമാണ്, അവരാണ് ഇത് നടത്തുന്നത്. അതാണ് വ്യത്യാസം. അതെ, സാധാരണ ബാങ്ക് പോലെയല്ല. ഇവിടെ നിങ്ങളൊരു മെമ്പർ ആവുമ്പോൾ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ഒരു പങ്കാളിത്തം വരും. ലാഭം കിട്ടുമ്പോൾ അതിന്റെ ഒരു ഭാഗം കിട്ടാനും സാധ്യതയുണ്ട്. തീരുമാനങ്ങളിലൊക്കെ അഭിപ്രായം പറയാനും പറ്റും. കൊള്ളാം. അപ്പോൾ ഇതിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ വലിയ പാടുണ്ടോ? എങ്ങനെയാണോ അതിന്റെ ഒരു രീതി? വലിയ പാടൊന്നുമില്ല. താരതമ്യേന എളുപ്പമാണ്. അടുത്തുള്ള ICCSL ബ്രാഞ്ചിലൊന്ന് പോകുക. അവിടെ അപേക്ഷാ ഫോം കിട്ടും. ശരി. ഒരു കാര്യം, നിലവിലൊരു മെമ്പർ നമ്മളെ റെക്കമെൻഡ് ചെയ്യണം. അതൊരു വ്യവസ്ഥയാണ്. ഒരു വിശ്വസ്യതയ്ക്ക് വേണ്ടി കൂടിയാവും. അത് ശരി. എന്നിട്ടോ? ആ ഫോം പൂരിപ്പിക്കുക. നിങ്ങളുടെ ID പ്രൂഫ്, അതായത് ഇപ്പോൾ ആധാർ, പാൻ കാർഡ്, അങ്ങനെയുള്ള KYC ഡോക്യുമെന്റ്സ് ഇല്ലേ, അത് കൊടുക്കണം. പിന്നെ ഒരു മിനിമം ഷെയർ എടുക്കണം, ഒരു 100 രൂപയുടെ ഷെയർ. അതിനെ അപേക്ഷിക്കുക. അപ്രൂവൽ കിട്ടിയാൽ നിങ്ങൾ ഒഫീഷ്യലി ഇതിന്റെ ഭാഗമായി. ഓക്കെ. അപ്പോൾ അംഗമായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് പ്രധാനമായി കിട്ടുന്ന സേവനങ്ങൾ? ലോണുകളുടെ കാര്യം പറഞ്ഞല്ലോ. അതെ. മെമ്പർമാർക്ക് പല ആവശ്യങ്ങൾക്കും ലോൺ കിട്ടും. കുട്ടികളുടെ പഠിത്തം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ്, വീടൊന്ന് നന്നാക്കാൻ, ഇതിനൊക്കെ പേഴ്സണൽ ലോൺസ് കിട്ടും. ശരി. അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ ബിസിനസ് തുടങ്ങാനോ ഉള്ളതൊന്ന് വലുതാക്കാനോ ഒക്കെ ആണെങ്കിൽ ബിസിനസ് ലോണുണ്ട്. ബിസിനസ് ലോൺസും ഉണ്ട്. അതെ. പിന്നെ സ്വർണം പണയം വെച്ചിട്ട് പെട്ടെന്ന് കാശ് ആവശ്യമുള്ളവർക്ക് ഗോൾഡ് ലോൺ. വേറെ അടിയന്തര ആവശ്യങ്ങൾക്ക് എമർജൻസി ലോൺസും കൊടുക്കുന്നുണ്ട്. ഓക്കേ. ഇതിനൊക്കെ മിക്കവാറും ബാങ്കുകളിലെ അത്രയും പേപ്പർ വർക്ക് ഉണ്ടാവില്ല. പലിശയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ സാധാരണക്കാർക്ക് അതൊരു ആകർഷണമാണ്. ശരിയാണ്. ലോൺ പോലെ തന്നെ എന്തെങ്കിലും വരുമാനമുണ്ടാക്കാനുള്ള വഴികൾ ഇതിലുണ്ടോ? ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള പൈസ സേഫായിട്ട് നിക്ഷേപിച്ച് വളർത്താൻ ചില വഴികളുണ്ട്. ഒന്ന്, സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ്. FD. അതെ, FD. ഒരു തുക ഒരുമിച്ചിട്ട് കാലാവധി കഴിയുമ്പോൾ പലിശ കൂട്ടി തിരികെ കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ മാസാമാസം കുറേശ്ശെയായിട്ടിടുന്നത്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, RD. RDയുമുണ്ട്. സൊസൈറ്റിക്ക് ലാഭമുണ്ടായാൽ അതിന്റെ ഒരു വിഹിതം ഡിവിഡന്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. വേറൊരു കാര്യം, പുതിയ ആൾക്കാരെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു റെഫറൽ കമ്മീഷനും കിട്ടും. അത് ചിലർക്കൊക്കെ ഒരു എക്സ്ട്രാ വരുമാനം പോലെ ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. ഇനി 2025 പുതിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. അവിടെയാണല്ലോ കുറച്ച് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്നത്. 10,000 കോടിയുടെ നിക്ഷേപം, പുതിയ ബ്രാഞ്ചുകൾ എന്നൊക്കെ കേട്ടു. അതെ, 2025 അവർക്ക് വലിയ പ്ലാനുകളുണ്ട്. കൂടുതൽ നിക്ഷേപം കൊണ്ടുവരണം, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തണം എന്നൊക്കെയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഉയർന്ന പലിശ നിരക്കുകൾ കൊടുക്കുന്നത്. എത്രയാണ് ഈ പലിശ? ഒരു കൊല്ലത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് 9.5% വരെ കിട്ടും. 9.5%? അതെ. 3 കൊല്ലത്തേക്കാണെങ്കിൽ 10.5%. ഇനി 7 കൊല്ലമൊക്കെ ഇടുകയാണെങ്കിൽ 12.5% വരെയാണ് പറയുന്നത്. 12.5%. അതുപോലെ സീനിയർ സിറ്റിസൺസിന് ഇതിലും കൂടുതൽ കിട്ടും. 13%. നിയമപരമായ രജിസ്ട്രേഷനും കൃത്യമായ ഓഡിറ്റിംഗുമൊക്കെ ഒരു സുരക്ഷാ ഘടകം തന്നെയാണ്. പിന്നെ മെമ്പർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഫോൺ ബാങ്കിംഗ് വരുമെന്നാണ് പറയുന്നത്. ഫോൺ ബാങ്കിങ്ങോ? അതെ. അക്കൗണ്ട് ബാലൻസ് അറിയാനും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ലോണിന് അപ്ലൈ ചെയ്യാനുമൊക്കെ ഫോൺ തന്നെ മതിയാവും. അത് കൊള്ളാമല്ലോ. അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾക്ക് പുറമേ അവരുടെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ, അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കാനും പ്ലാനുണ്ട്. അപ്പോ വിദ്യാഭ്യാസ രംഗത്തും അവർ വളരുന്നുണ്ട്. ഈ സുരക്ഷയുടെ കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കാൻ ചോദിക്കട്ടെ, ഇതിന്റെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? രജിസ്ട്രേഷനൊക്കെ പക്കയാണോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഇത് കേന്ദ്ര സർക്കാരിന്റെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആക്ട് 2002. രജിസ്ട്രേഷൻ നമ്പറുമുണ്ട്, MSCSCR 772018. ശരി.
ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പിന്നെ കൃത്യമായ ഓഡിറ്റുകൾ നടക്കുന്നുണ്ട്, ഗവൺമെന്റ് നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്നൊക്കെ അവർ ഉറപ്പാക്കുന്നുണ്ട്. അതൊരു സുതാര്യത നൽകുന്നുണ്ട്. അപ്പോ നമ്മളിന്ന് സംസാരിച്ചതിൽ നിന്ന് ഏകദേശം ഒരു രൂപം കിട്ടി. ICCSL എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് തന്നെ ഉടമസ്ഥതയും പങ്കാളിത്തമുള്ള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു സഹകരണ സ്ഥാപനമാണ്. സാധാരണക്കാർക്ക് പറ്റുന്ന ലോണുകൾ, നല്ല നിക്ഷേപ ഓപ്ഷനുകൾ, ഇനി വരാൻ പോകുന്ന ഫോൺ ബാങ്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ? അതെ,